നമ്മൾ നമ്മുടെ ലാസ്റ്റത്തെ വീഡിയോയിൽ ഇട്ടത് LKG-ലേക്കുള്ള പിള്ളേരുടെ അഡ്മിഷന്റെ സമയത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്നൊക്കെ അല്ലേ പറഞ്ഞേ, അവിടുത്തെ ഫീസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അല്ലേ. ഇനി എന്താന്ന് വെച്ചാല് ഈ അഡ്മിഷന്റെ സമയത്ത് അവർക്ക് ഒരു കുഞ്ഞ് ഇന്റർവ്യൂ കൂടെ ഉണ്ടല്ലോ. അപ്പൊ ആ ഇന്റർവ്യൂവിന് എന്തൊക്കെയാ വരുന്നതെന്ന് ഉള്ളത് പറയാം. അത് ചിലപ്പം എല്ലാവർക്കും ഉപകാരമായിരിക്കും അല്ലേ. നമുക്ക് തന്നെ ആദ്യം കിട്ടിയപ്പോൾ നമ്മൾ എന്ത് ചോദിക്കും, അവിടെ എന്തൊക്കെയായിരിക്കും ചോദിക്കാൻ നമുക്ക് ഒരു ഐഡിയ ഇല്ലായിരുന്നു. ഇപ്പം ഏതെന്ന് തന്നെ നമ്മൾ ആദ്യം വേറെ സ്കൂളിലാണ് ചേർത്തത്. പണ്ട് നമ്മൾ ഷാർജ താമസിച്ചപ്പം അവിടെ ഒരെണ്ണം പോയി അവിടെ ചോദിച്ചതും പിന്നെ ഇപ്പം ഇസക്കുട്ടീനെ കൊണ്ടുപോയപ്പോൾ ചോദിച്ചത് ഏകദേശം ഒരേ ക്വസ്റ്റ്യൻ ഒക്കെ തന്നെയാണ്. അപ്പം എനിക്ക് തോന്നുന്നത് ഏകദേശം ഒരേ പാറ്റേണാണ് ചോദിക്കുന്നത്. അവർക്ക് ജസ്റ്റ് ഒരു ഓവറോൾ പെർഫോമൻസ് നോക്കാൻ വേണ്ടിയല്ലേ. കുഞ്ഞുങ്ങൾക്ക് എന്തൊക്കെ അറിയാം, പിന്നെ അവര് ചോദിക്കുന്ന കാര്യങ്ങൾ കേട്ടാൽ മനസ്സിലാവുന്ന, അവര് റെസ്പോണ്ട് ചെയ്യുന്ന രീതി എങ്ങനെയാ, ഇതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള കുഞ്ഞു ടെസ്റ്റ് ആണ്. അത്രേ ഉള്ളൂ, വലിയ കാര്യമായിട്ടുള്ളതൊന്നല്ല. എന്നാലും ഇത് പറഞ്ഞ് ചിലപ്പം ചിലവർക്കെങ്കിലും ഉപകാരപ്പെടുമായിരിക്കും. നമ്മൾ ആദ്യം ചെന്ന് കഴിഞ്ഞാൽ തന്നെ കുഞ്ഞിനൊരു സ്ഥലത്ത് ഒരു ചെയറിലിരിക്കും, നമ്മളടുത്ത് തന്നെ വേറെ ചെയറിൽ. എന്നിട്ട് അവരോട് പിന്നെ അവർ ചോദ്യം ചോദിക്കും, എന്താണ് പേര്, പിന്നെ എത്ര വയസ്സായി, വീട്ടിലാരൊക്കെ ഉണ്ട്, അതിനെ ബോയ് ആണോ ഗേൾ ആണോ, അതൊക്കെ ചോദിക്കും അവർ. അപ്പോൾ അവർക്ക് ജെൻഡർ എന്താണെന്ന് അറിയാവോ, അങ്ങനെ പേരൊക്കെ പറയാനൊക്കെ അറിയാവോ എന്നാണ് അവർ ചോദിക്കുന്നത്. പിന്നെ ചോദിക്കുന്നതെല്ലാം സിബ്ലിങ്സിൻ്റെ കാര്യം എല്ലാം ചോദിക്കുന്നതെല്ലാം ഇംഗ്ലീഷിലാണ്. പക്ഷേ ബേസിക് ഇംഗ്ലീഷ്, ഏറ്റവും ചെറിയ വാക്കിലുള്ള അങ്ങനെ ഇംഗ്ലീഷിലാണ് ചോദിക്കുന്നത്, സിമ്പിളായിട്ട് ചോദിക്കുന്നത്. എല്ലാ കുട്ടികൾക്കും തന്നെ മനസ്സിലാവും. പിന്നെ ഏജ്, പേര്, വീട്ടിലാരൊക്കെ ഉണ്ട്, ഏത് ജെൻഡറാണ്, അതൊക്കെയാണ് മെയിനായിട്ട് ചോദിക്കുന്നത്. അത് കഴിഞ്ഞാൽ അവർക്ക് ഒരു പല കളറിലുള്ള കുറച്ച് ബ്ലോക്സ് കൊടുക്കും ഒരു ട്രേയിൽ. എന്നിട്ട് ഏതൊക്കെ കളറാണെന്ന് പറയാൻ പറയും. അപ്പം കളർ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുമോ അറിയാൻ വേണ്ടി നോക്കുന്നത്. അത് കഴിഞ്ഞാൽ കളർ പറഞ്ഞു കഴിഞ്ഞാൽ അവരോട് 1 2 3 കൗണ്ട് ചെയ്യാൻ പറയും, എത്ര വരെ. കുറച്ച് കഴിയുമ്പോഴത്തേനും ഓക്കെ എന്ന് പറയും. പിന്നെ അവരോടൊരു അതിനിടയ്ക്കായിട്ട് തന്നെ ഒരു നഴ്സറി റൈം എന്തെങ്കിലും പാടാൻ പറയും, റൈം പാടാൻ പറയും. അത് പാടിക്കഴിഞ്ഞാൽ നേരത്തെ കൊടുത്ത ബ്ലോക്ക് കൊണ്ട് തന്നെ സ്റ്റാക്ക് ചെയ്തിട്ട് ഇങ്ങനെ മുകളിൽ ബിൽഡിങ് പോലെ എന്തെങ്കിലും ആക്കാൻ പറയും. അവർ നോക്കുന്ന ഒരു 5 ലെവലിന് മുകളിൽ വരെയെങ്കിലും ബിൽഡ് ചെയ്യാൻ പറ്റുമെന്നാണ് നോക്കുന്നത്, അതാക്കിയിട്ട്. അപ്പം ഒരേപോലെ കളർ വെച്ചിട്ട് സെയിം കളർ വെച്ച് നല്ല ഡിസൈൻ ചെയ്താൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. അപ്പൊ അതൊക്കെ നോക്കും. സെയിം കളർ വെച്ചിട്ട് ആദ്യം അടിയിൽ 2 റെഡ്, ഗ്രീന്, അങ്ങനെ കറക്റ്റ് മുകളിൽ ലാസ്റ്റ് 3 കളറിന്റെ കൂടെ ഏറ്റവും മുകളിൽ ടോപ്പിലും ആക്കി. നല്ല ഭംഗിയുണ്ടായിരുന്നത് കാണാൻ വേണ്ടി. പിന്നെ അത് കഴിഞ്ഞാൽ അവർക്ക് വേറെ ഒരു ട്രേയിൽ കുറേ ആനിമൽസിൻ്റെയും ബേർഡിൻ്റെയും ചെറിയ പ്ലാസ്റ്റിക്കിൻ്റെ ഇതില്ലേ, സ്റ്റാച്ചു ഇല്ലേ, അത് കൊടുക്കും. എന്നിട്ട് അത് എന്തൊക്കെയാണെന്ന് പറയാൻ പറയും. ടൈഗർ, അങ്ങനെ സീബ്ര, കൗ, അങ്ങനെ കുറേ എണ്ണം ഉണ്ടായിരുന്നു, ജിറാഫ്, അങ്ങനെ അതെല്ലാം കാണിച്ചിട്ട് അത് പറയാൻ പറയും അതൊക്കെയാണ്. പിന്നെ അത് കഴിഞ്ഞാൽ ഫ്രൂട്ട്സ് ചോദിക്കും, ഫ്രൂട്ട്സ് കൊടുക്കും. ഫ്രൂട്ട്സ് പിന്നെ വെജിറ്റബിൾസ് അതെല്ലാം കൊടുക്കും, അത് പറയാൻ പറയും. അത് ചിലപ്പം അതൊക്കെ ഷേപ്പ് ആയിരിക്കും കാണിക്കുന്നത്, അല്ലെങ്കിൽ എന്തെങ്കിലും പിക്ചർ ആയിരിക്കും കാണിക്കുന്നത് പിള്ളേരോട് പറയാൻ വേണ്ടിട്ട് കൊടുക്കുന്നത്. ലാസ്റ്റ് ആയിട്ട് പിന്നെ കൊടുത്തത് എന്താന്ന് വെച്ചാൽ ഒരു പിക്ചർ കൊടുത്തു, അത് കളർ ചെയ്യാൻ പറഞ്ഞു. അതിലുണ്ടായിരുന്നത് ഒരു വീടിന്റെ പടമായിരുന്നു, ബേസിക് ഷേപ്പ് വെച്ചിട്ടുള്ള ഒരു ട്രയാങ്കിള്, സ്ക്വയർ, അങ്ങനെ 2 3 ഷേപ്പുള്ള ഒരു വീടിന്റെ പടം. അത് പെയിന്റ് ചെയ്യാൻ പറയും. പെയിന്റ് ചെയ്യുന്ന സമയത്ത് തന്നെ അവരോട് ചോദിക്കും, ഇത് ഏതാ ഷേപ്പ്, ട്രയാങ്കിള്, അങ്ങനെ അവർ പറയണം അവരോട് ഏതാ ഷേപ്പ്. എന്നിട്ട് കളറും ചെയ്ത് കഴിഞ്ഞിട്ട് അത് കൊടുത്തു കഴിഞ്ഞാൽ പറയും ഓക്കെ കഴിഞ്ഞു. അത്രേ ഉള്ളൂ, ബേസിക് ആയിട്ടുള്ള അത്ര കാര്യങ്ങളുള്ളൂ. പിന്നെ പറയും ഓക്കെ 2 ദിവസം കൊണ്ട് നമുക്ക് അറിയിക്കാന്ന് പറഞ്ഞിട്ട് നമുക്ക് മെയിൽ വരിക ചെയ്യുന്നത് സാധാരണ. കളർ ചെയ്യുന്ന സമയത്ത് ഒരു ബോക്സും കൂടെ അവൾ ആഡ് ചെയ്യുക. നോക്കുമ്പോ എന്താന്ന് ചോദിച്ചാൽ പറയാം നമ്മുടെ റൂമിന്റെ നമ്പർ എഴുതി വെച്ചേക്കായിരുന്നു. അതെല്ലാം പറഞ്ഞ് കുഴപ്പമില്ലായിരുന്നു. പിന്നെ ഇസക്കുട്ടി ഇവരുമായിട്ട് സംസാരിക്കുന്നതുകൊണ്ട് തന്നെ കുറച്ച് ഇംഗ്ലീഷും കാര്യങ്ങളൊക്കെ അവൾക്ക് കേട്ടാൽ മനസ്സിലാവും. പിന്നെ അത്യാവശ്യം കുറച്ച് പറയാനൊക്കെ അറിയാം. അതുകൊണ്ട് തന്നെ കുഴപ്പമില്ലായിരുന്നു ഇന്റർവ്യൂ സ്കൂളായിട്ട് സംസാരിക്കുമ്പോൾ കളിക്കാൻ കൂടുന്നോണ്ട്. പിന്നെ ടി വി ഒക്കെ കാണുന്ന സമയത്ത് അവൾക്ക് മനസ്സിലാവുന്നുണ്ട്, ഇംഗ്ലീഷ് പറയുന്ന കറക്റ്റായിട്ട് മനസ്സിലാവുന്നുണ്ട്. ഇന്റർവ്യൂ എടുത്തൊരു മലയാളി ടീച്ചർ തന്നെ ആയിരുന്നു. പക്ഷെ അവര് ഇടയ്ക്ക് മലയാളം പറയും, ബാക്കി സമയത്ത് ഇംഗ്ലീഷ് തന്നെ പറയുന്നത്. എന്നാലും കൊച്ചു കുഴപ്പമില്ലാതെ ഇതായി. എന്നിട്ട് പിറ്റേ ദിവസം നമുക്ക് സെയിം ഡേ തന്നെ മെയിൽ വന്നായിരുന്നു. അപ്പൊ ഇത്രയുള്ള കാര്യമായിട്ട് ഇന്റർവ്യൂ പിറ്റേ ദിവസം തന്നെ മെയിൽ അയക്കും. മിക്കതും പിറ്റേ ദിവസം തന്നെ കിട്ടും അല്ലേ. മെയിൽ അയച്ചിട്ട് പിന്നെ ചെന്നിട്ട് അഡ്മിഷന് വേണ്ടി വരാനാ പറയാറ്. അപ്പൊ ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് ഇന്റർവ്യൂ എന്ന് പറയുന്നത്. ഇന്റർവ്യൂ എന്ന് പറയുന്ന സംഭവം ഒന്നല്ല, വെജിറ്റബിൾസിന്റെ പേര് പഠിപ്പിക്കുക, ഫ്രൂട്ട്സിന്റെ പേര് പഠിപ്പിക്കാം, ആനിമൽസിന്റെ പേര് പഠിപ്പിക്കാം, ഇത്രയൊക്കെ ഉള്ളൂ അല്ലേ. ഒരു റൈംസ് എന്തായാലും അവർ ചോദിക്കും അല്ലേ, എന്തായാലും ഒരു പാട്ട് പാടണം. പിന്നെ ABCD, പിന്നെ 1 to 10 നമ്പർ. എഴുതാനൊന്നും പറയിക്കൂല,
ജസ്റ്റ് പെയിന്റ് അടിക്കാനും പറയും, പിന്നെ പറയാനേ ഉള്ളൂ, ബാക്കി എഴുതാനൊന്നുമില്ല കാര്യം. ഏതിന്റെ സമയത്ത് എങ്ങനെയാന്ന് വെച്ചാൽ ഈ എ ഒക്കെ കാണിക്കുമ്പം ഈ അവരൊരു പിക്ചർ പോലെ വരയ്ക്കും. എന്നിട്ട് അതിന്റെ അകത്ത് ഏത് ലെറ്റർ ആണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ ചോദിക്കും. അപ്പൊ എ ആണ് നമ്മൾ കണ്ടുപിടിക്കുക. ചിലപ്പോ എ പോലെയൊക്കെ വരച്ചിട്ട് ചിലപ്പോ ഒരു ജോക്കറിനെയൊക്കെ വരച്ചിട്ട് തലയിൽ ഒരു തൊപ്പിയൊക്കെ വെച്ചിട്ടൊക്കെ ആയിരിക്കും. അപ്പൊ നമുക്ക് കണ്ടാൽ മനസ്സിലാവും എ ആണെന്നുള്ളത്. അപ്പൊ കുഞ്ഞുങ്ങൾ ഏതാന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിട്ട് അങ്ങനെയൊക്കെ ഒരു പിക്ചറിന്റെ അകത്ത് നിന്ന് കണ്ടുപിടിക്കുക. ഇത്രയൊക്കെയുള്ള സിമ്പിൾ. നൂല് കോർക്കുന്ന പോലത്തെ ആക്ടിവിറ്റിയിൽ കുറച്ച് മുത്ത് കൊടുത്തിട്ട് നൂലും കൊടുക്കും, അത് കോർക്കാൻ വേണ്ടി. കാരണം പിള്ളേർക്ക് കൈ എങ്ങനെയാണ് ഇതായിട്ടാണോ അറിയാൻ വേണ്ടിയാ, കൺട്രോൾ ഉണ്ടോന്ന് അറിയാൻ വേണ്ടി അങ്ങനെ കൊടുക്കുന്നത്. അപ്പൊ ഇതൊക്കെയാണ് കാര്യമായിട്ട് ഇന്റർവ്യൂവിന് ചോദിക്കുന്നത്. ഇന്റർവ്യൂ എന്ന് പേര് മാത്രമേ ഉള്ളൂ, ജസ്റ്റ് ബേസിക് സംഭവത്രേ ഉള്ളൂ. പിള്ളേർക്ക് അത് വലിയ കാര്യമല്ലേ, അവർക്ക് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളല്ലേ അറിയാവുന്നത് വെച്ച് നോക്കുമ്പോ. അപ്പൊ അത്രയൊക്കെയുള്ള ചോദിക്കുന്ന കാര്യങ്ങള്. നമ്മൾ ഒത്തിരി ടെൻഷൻ അടിക്കൊന്നും വേണ്ട. കാരണം ഇപ്പത്തെ പിള്ളേർ ഈ വീഡിയോസ് ഒക്കെ കാണുമ്പോൾ അല്ലെ ABCD അങ്ങനെയൊക്കെയുള്ള പാട്ടുകളൊക്കെ അതിൽ നിന്ന് കിട്ടുമല്ലോ. അപ്പൊ അങ്ങനെ കാണുമ്പോൾ അതിനകത്ത് ആനിമൽസും ഇത് ഫ്ലവറും വെജിറ്റബിളും ഒക്കെ അതിനകത്ത് ഉണ്ടാവും, ഫ്രൂട്ട്സും ഒക്കെ. അപ്പൊ പിള്ളേർ അതൊക്കെ കാണുമ്പോൾ തന്നെ ഓൾറെഡി പഠിച്ചിട്ടുണ്ടാവും. പിന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് ചുമ്മാ ഒന്ന് പറഞ്ഞു കൊടുക്കുക. ഇത്രയൊക്കെയുള്ളൂ ഇന്റർവ്യൂവിൽ ചോദിക്കുന്നത്.